ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കോഡ് മന്ത്ര. നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സിലെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഡബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ബേസിക്കലി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഡബിൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്താൽ ഫ്ലോട്ടിനേക്കാളും കൂടുതൽ പ്രിസിഷനുള്ള ഡെസിമൽ ഡിജിറ്റ്സ് നമുക്ക് ഡബിളിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഫ്ലോട്ടിൽ 7 ഡെസിമൽ ഡിജിറ്റ്സ് വരെയാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയുക. പക്ഷേ ഡബിളിൽ നമുക്ക് 15 to 16 ഡെസിമൽ ഡിജിറ്റ്സ് വരെ ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇതാണ് ഡബിളിൻ്റെ റേഞ്ച്. ഡബിളിൻ്റെ റേഞ്ച് വളരെ വലുതായതിനാൽ ഇതിനെ ഇവിടെ സയൻറ്റിഫിക് നൊട്ടേഷനിലാണ് കാണിച്ചിരിക്കുന്നത്. വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ 8 ബൈറ്റ്സ് അഥവാ 64 ബിറ്റ്സ് ആണ് ഡബിൾ എടുക്കുന്നത്. ഇനി ഡബിൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വലിയ പ്രിസിഷനുള്ള ഡെസിമൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനാണ് ഇവ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഫൈനാൻഷ്യൽ കാൽക്കുലേഷൻസ്, സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷൻസ്, കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ്, വെതർ ഫോർകാസ്റ്റിംഗ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി ഡബിളിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ഡബിൾ സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ ദെൻ സെമിക്കോളൻ. എക്സാമ്പിൾ ഡബിൾ പൈ ഈക്വൽ ടു 3.14 ദെൻ സെമിക്കോളൻ. ഇനി നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനായി ഇൻ്റലിജെ ഓപ്പൺ ചെയ്യുക. ഇൻ്റലിജെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തവരും ഡിസ്ക്രിപ്ഷനിലെ വീഡിയോ ലിങ്ക്സ് ഫോളോ ചെയ്തുകൊണ്ട് അവ സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് ബാക്കി ഫോളോ ചെയ്യുക. നമ്മൾ പഴയ പ്രോജക്റ്റ് തന്നെയാണ് റീയൂസ് ചെയ്യുന്നത്. ആദ്യം SRC ഫോൾഡറിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് ഡബിൾ ഡെമോ എന്ന് നെയിം ചെയ്യാം. ഇനി മെയിൻ മെത്തേഡ് എഴുതാം. ഇനി നമ്മുടെ ഫസ്റ്റ് സിനാരിയോ നോക്കാം. ഡബിൾ റേഞ്ചിലുള്ള ഒരു വാലിഡ് നമ്പർ സ്റ്റോർ ചെയ്ത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഡബിൾ പ്രൈസ് ഈക്വൽ ടു 1299.99 സെമിക്കോളൻ. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എസ് ഔട്ട് പ്രൈസ് ദെൻ സെമിക്കോളൻ. ഇനി നമുക്ക് കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് സെയിം വാല്യൂ തന്നെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സിനാരിയോ നോക്കാം. നോർമലി ഡബിൾ ഡാറ്റ ടൈപ്പ് 15 to 16 ഡെസിമൽ ഡിജിറ്റ്സ് വരെ ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിന് മുകളിൽ വരുമ്പോൾ ബാക്കി വരുന്ന ഡെസിമൽ ഡിജിറ്റ്സിനെ റൗണ്ട് ഓഫും ചെയ്യും. സോ നമുക്ക് 18 പ്രിസിഷനുള്ള ഒരു നമ്പർ ആദ്യം കൊടുക്കാം. ഡബിൾ വാല്യൂ ഈക്വൽ ടു 1.23456789012345 ദെൻ 456 സെമിക്കോളൻ. സോ ഇവിടെ ഈ 456 ശേഷം വരുന്ന ബാക്കിയുള്ള 456 റൗണ്ട് ഓഫ് ആയി വരണം. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എസ് ഔട്ട് എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ദെൻ വാല്യൂ കൊടുക്കുക. ദെൻ സെമിക്കോളൻ. ഇനി കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ 16 ഡെസിമൽ ഡിജിറ്റ്സും ആക്യുറേറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന 456 റൗണ്ട് ഓഫ് ചെയ്ത് 5 എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇപ്പം നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിലെ ഇൻറ്റിജർ ടൈപ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സും പഠിച്ചു കഴിഞ്ഞു. ഇത്രയുമാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിലെ ന്യൂമറിക് ടൈപ്സ്. അടുത്ത വീഡിയോസിൽ നോൺ ന്യൂമറിക് ടൈപ്സ് ആയ ക്യാരക്ടറും ബൂലിയനും നമുക്ക് പഠിക്കാം. സോ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടനും അമർത്തുക. സോ ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ.